Blackview എന്ന കമ്പനിയുടെ Blackview Active 8 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Blackview Active 8 Pro എന്ന ടാബ്ലറ്റിനെ പറ്റിയിട്ടാണ്. പല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സും ഈ ഒരു ടാബ്ലറ്റിൽ വരുന്നുണ്ട്. എന്തായാലും ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ 10.36 ഇഞ്ചിൻ്റെ 2.4K ഡിസ്പ്ലേ ആണ് Blackview Active 8 Proയിൽ വരുന്നത്. LCD പാനലാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റെസൊല്യൂഷൻ വരുന്നത് 2000x1200 ആണ്. കൂടിയ റിഫ്രഷ് റേറ്റ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. 60 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റേ വരുന്നുള്ളൂ. പക്ഷേ അത് വലിയൊരു കംപ്ലയിൻ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. 19,700 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ടാബ്ലറ്റുകളുടെ കാര്യത്തിൽ കൂടിയ റിഫ്രഷ് റേറ്റ് ഇല്ലാത്തത് ഓക്കെ എന്ന് പറയാം. 120 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 5:7 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഒരു ടാബ്ലറ്റ് വരുന്നത്. ഈ ഒരു ടാബിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നത് 400 നിറ്റ്സ് ആണ്. ടാബിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്ഷനൊക്കെ ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തിരക്കേടില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട് എന്ന് പറയാം. അത്രേ ഉള്ളൂ, ബെസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഒന്നും ഇതിൽ വരുന്നില്ല. ഇതിൽ ഫേസ് അൺലോക്കിംഗ് ഫീച്ചർ വരുന്നുണ്ട്. ടാബിൻ്റെ വെയിറ്റ് 976 ഗ്രാം വരുന്നുണ്ട്. അപ്പം അത്യാവശ്യം നല്ല വെയിറ്റുള്ള ഒരു ടാബ്ലറ്റാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു റഗഡ് ടാബ്ലറ്റാണ്. റഗഡ് ഡിവൈസുകൾ പൊതുവേ വെയിറ്റ് അത്യാവശ്യം നല്ലോണം കൂടാറുണ്ട്. അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ് എന്ന് പറയേണ്ടി വരും. പക്ഷേ നോർമൽ ടാബ്ലറ്റ് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് അത്യാവശ്യം കൂടുതലാണ്. ഈ ഒരു ടാബ്ലറ്റ് നമുക്ക് വളരെ ഹാർഷ് ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സിലും യൂസ് ചെയ്യാം എന്നാണ് കമ്പനി പറയുന്നത്. -40°C അതുപോലെ തന്നെ +60°C ഇടയിൽ വരുന്ന ടെമ്പറേച്ചേഴ്സിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം എന്ന് കമ്പനി പറയുന്നുണ്ട്. അപ്പോൾ നല്ല ഹാർഷ് ആയിട്ടുള്ള കണ്ടീഷൻസിലും ഇത് യൂസ് ചെയ്യാം. അതുമാത്രമല്ല MIL STD 810Hൻ്റെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വളരെ ഡ്യൂറബിൾ ആയിട്ടുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. അതുപോലെ തന്നെ IP68 അതുപോലെ തന്നെ 69K റേറ്റിംഗ് ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ടാബ്ലറ്റ് വാട്ടർ റെസിസ്റ്റൻറ്റും ഡസ്റ്റ് റെസിസ്റ്റൻറ്റുമാണ്. അപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയുമായിട്ട് വരുന്ന ഒരു ടാബ്ലറ്റാണ് ഈ ഒരു ടാബ്ലറ്റ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ mediatekൻ്റെ helio G99 എന്ന പ്രോസസ്സർ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് ആയിട്ടുള്ള പ്രോസസ്സറാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാലും തരക്കേടില്ല എന്ന് പറയാം. പിന്നെ ഈ ടാബിൽ 8 GB റാം കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ 256 GB ഇൻറ്റേർണലും വരുന്നുണ്ട്. വെർച്വൽ റാം എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് അത് റാമായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ 8 GB റാം വരെ എക്സ്ട്രാ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ടോട്ടൽ 16 GB റാമായി മാറുന്നതായിരിക്കും. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ ഗ്രാഫൈറ്റ് കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, ഫോൺ പെട്ടെന്ന് ഈറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹാർമൺ കഴൻ ട്യൂൺ ചെയ്തിട്ടുള്ള കോഡ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ടാബിൽ വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. Android 13 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ പിന്നിൽ സിംഗിൾ ക്യാമറ ആണ് വരുന്നത്. ടാബിൻ്റെ പിന്നിൽ 48 MP ക്യാമറ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 16 MP f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിൽ 22,000 mAhൻ്റെ ബാറ്ററി വരുന്നുണ്ട്. വളരെ കൂടിയൊരു ബാറ്ററി കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സാധാരണ ടാബുകളുടെ കാര്യത്തിലൊക്കെ 10,000 mAhൻ്റെ ബാറ്ററി ഉണ്ടെങ്കിൽ തന്നെ നല്ല ബാറ്ററി കപ്പാസിറ്റി എന്ന് പറയാറുണ്ട്. ആ ഒരു ടൈമിലാണ് അതിൻ്റെ ഡബിളിൽ കൂടുതലുള്ള ഒരു ബാറ്ററി കപ്പാസിറ്റി ഇതിൽ വരുന്നത്. അപ്പം അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. Type-C ചാർജിങ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ റിവേഴ്സ് ചാർജിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വയർ ഉപയോഗിച്ചിട്ട് മറ്റ് ഡിവൈസുകൾ ഈ ഒരു ടാബ് വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ കഴിയും. അപ്പം വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് ഒക്കെ ഈ ടാബിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമായിട്ടല്ല ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഗ്ലോബൽ മാർക്കറ്റിൽ മൊത്തമായിട്ടാണ് ഈ ടാബ്ലറ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ടാബ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് $240 എന്ന പ്രൈസിങ്ങിലാണ്. അതായത് 19,700 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇത് ഓഫർ പ്രൈസിംഗ് ആണ്. പിന്നെ ഈ ഒരു ടാബ്ലറ്റ് AliExpressലൊക്കെ ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ വില കാണിക്കുന്നത് 33,669 എന്നാണ്. പക്ഷേ ഇന്ത്യയിലോട്ട് ഡെലിവറി ഉണ്ടോ എന്നുള്ളത് ഡൗട്ടാണ്. എന്തായാലും Blackview Active 8 Pro എന്ന പുതിയൊരു ടാബ്ലറ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ വളരെ മികച്ചൊരു ബാറ്ററി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സും വലിയ തിരക്കേടില്ലാത്ത ഫീച്ചേഴ്സ് എന്നൊക്കെ പറയാവുന്നതാണ്. എന്തായാലും Blackview Active 8 Pro എന്ന ടാബിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.